ഡേ 14 ഓഫ് 75 ഹാർഡ് ഡേയ്സ് ചലഞ്ച്. അങ്ങനെ നമ്മൾ 40ാമത്തെ ദിവസം എത്തി. പുറത്തു നിന്നായിരുന്നു ഇന്നത്തെ ഫുഡ്. രാവിലെ ഒരു പാലും ഒരു മുട്ടയും കഴിച്ചു, പിന്നെ ഒരു കണ്ണൂർ കോക്ടൈൽ കുടിച്ചു. അങ്ങനെ പുറത്ത് പോയി തിരിച്ചു വരുന്ന സമയത്ത് ABC ജ്യൂസിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇത് വാഷ് ചെയ്തിട്ടൊന്നുമില്ല, അതിൻ്റെ മുന്നേ എടുത്ത വീഡിയോ ആണ്. വാഷൊക്കെ ചെയ്ത് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി വെക്കാം. നമുക്ക് മിക്സിയിൽ നല്ല രീതിയിൽ അരച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ പീസാക്കി വെക്കാം. അതിൻ്റെ കൂടെ തന്നെ ബീട്രൂട്ടും ഉണ്ടായിരുന്നു. ബീട്രൂട്ടും ആപ്പിളും ദെൻ ക്യാരറ്റും, പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഇഞ്ചി കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ല രീതിയിൽ നമ്മളതൊന്ന് മിക്സിയിൽ അരച്ചു കൊടുക്കുക. നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ അത് നമ്മൾ മട്ടൻ പോലെ എന്ന് പറയും, ആ ഒരു രീതിയിലാക്കുക. ഇത് ലാസ്റ്റ് അതിൻ്റെ പൾപ്പ് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. ആൻഡ് പിന്നെ ഞാൻ ഇങ്ങനത്തെ കുപ്പി മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ബോട്ടിലും ജ്യൂസ് സെറ്റാക്കി വെച്ചു. ഇനി മുതൽ നാളെ മുതൽ രാവിലെ കുടിക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചതാണ്. ഇതിലെപ്പോഴും ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഹൈ ആയിട്ട് നിൽക്കുക. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ചോയ അത്ര ഇഷ്ടമില്ലാത്ത ആൾ ബീട്രൂട്ടിൻ്റെ എമൗണ്ട് ഒന്ന് കുറച്ചാൽ മതി, അത്രയും എണ്ണത്തിൽ എടുക്കണ്ട. ആൻഡ് പിന്നെ ഗ്രീൻ ടീ കുടിച്ചു. പിന്നെ വേറൊരു സംഭവം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഇത് ഞാൻ ഐസ് ക്യൂബ് ആയിട്ട് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. കരിവേപ്പിലയും അതേപോലെ തന്നെ നെല്ലിക്ക, ഇഞ്ചി, ഇത് 3 കൂടി പേസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ കൂടെ ഞാൻ മഞ്ഞൾ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾ പൊടിയല്ല, നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങിയതാണ് കറിമഞ്ഞൾ. ഇത് നല്ല ഉറപ്പുള്ളതായിപ്പോയി വാങ്ങിയത്, ഉണക്കമഞ്ഞളായിപ്പോയി വാങ്ങിയത്. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തതാണ്. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് പുതർന്നു വന്നു. അങ്ങനെ അരച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. അങ്ങനെ അതൊക്കെ അരച്ച് സെറ്റാക്കി. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാട്ടോ. ഈ സംഭവം അടിപൊളി സംഭവം, നമുക്ക് പെട്ടെന്ന് ഐസ് ക്യൂബൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. ഞങ്ങൾ ഫ്രിഡ്ജിലുള്ളത് ഇങ്ങനെ കുറേ തട്ടിയാലൊക്കെ കിട്ടുള്ളൂ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടും. അങ്ങനെ അതൊക്കെ ഞാനിങ്ങനെ ക്യൂബിലാക്കി വെച്ചു. ഇത് നമുക്ക് 2 ക്യൂബൊക്കെ ഇട്ട് അതിൽ ചൂടുവെള്ളം ഒഴിച്ച് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഹെയർ കെയറിലേക്ക് പോയി. ഇത് ഞാൻ ഉണ്ടാക്കിയ സെറായിരുന്നു. ഇപ്പോൾ ഒരു 2 ആഴ്ചത്തോളമായി ഉണ്ടാക്കിയത്. അതിനുശേഷം ഞാൻ നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചുവടിൽ സെറ്റ് ചെയ്തു. അങ്ങനെ ഇന്നത്തെ ഡേ വൈൻഡപ്പ് ആയി.